ഹായ് മച്ചാമാരെ, അപ്പം നമ്മളിന്ന് പുതിയൊരു ടൂളിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുതിയ ടൂൾ എന്ന് പറഞ്ഞാൽ കൊറിയർ വന്നിട്ട് വീട്ടിൽ മോൻ എന്തായാലും അയച്ചൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ഓരോ പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പൊളിച്ച് വെച്ചേണ്ടത്. മച്ചാമാരെ, ഇത് ഫെറോള് ഗ്രിമ്മിൻ ടൂൾ എന്നാണ് കേട്ടോ ഇതിന് പറയല്. വയറിൻ്റെ എൻഡിൽ അതേപോലെ തന്നെ ഡി ബി ഒക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൂസ് കോൺടാക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഫെറോള് ഗ്രിമ്മിൻ ടൂളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇതിൽ ഏകദേശം 1200 പീസാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 1450 മുതൽ 1680 വരെയൊക്കെ റേറ്റ് ഇതിൽ കാണുന്നുണ്ട്. ഏകദേശം ഇതിൽ 1200 പീസാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ടൂള് കാണാൻ. അതേപോലെ തന്നെ ഫെറോൾ എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള ഇതാണ്. ബിൽഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലേ സംഭവത്തിലൊക്കെ കാര്യമുള്ളൂ. ഇത് രണ്ടായിട്ട് ഇത് വരുന്നുണ്ട്, കോപ്പറിലും വരുന്നുണ്ട്, അലൂമിനിയത്തിലും വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ സംഭവം എനിക്ക് ഡി ബി ഡ്രസ്സ് ചെയ്യാൻ ആവശ്യത്തിന് മേടിച്ചതാണ്. ഞാൻ ആദ്യം ഒന്ന് കയ്യിലുണ്ടായിരുന്നു, നമുക്കൊരു ആൾ ഗിഫ്റ്റ് തന്നെ. ഇത് ഡാമേജ് ആയിപ്പോയി. അതായത് വെള്ളം നനഞ്ഞിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാതായി. ലാസ്റ്റ് അതിൻ്റെ സ്പ്രിങ് പൊട്ടിയ കാരണം കൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് രണ്ടാമതൊന്ന് ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് ചെയ്യേണ്ട രീതി വളരെ സിമ്പിളാണ്. പലരും ഉപയോഗിച്ചിട്ടുണ്ട്. 25-30 കൊല്ലം മുന്നേ ഉപയോഗിച്ചവരുണ്ടാവും. ഇത് കാണി വീഡിയോ കാണുന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ നീക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഈ ടൂള് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഈ ഗ്രിമ്പർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ സംഭവം അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ലൂസ് കോൺടാക്ട് ഒരു പരിധി വരെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും ചെയ്യും കേട്ടോ. പിന്നെ ഈ വയറിട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ലൂസ് കോൺടാക്ട് വരാണ്ട് കോൺടാക്ട് പക്ക കറക്റ്റായി കിട്ടും. അപ്പം ഞാൻ എന്താ ജസ്റ്റ് നമ്മളെ ആദ്യം ടൂൾ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യാൻ ഒഴിവായത് ഈ സമയത്ത് നമ്മൾ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടോ, ഈ ബോർഡും കാര്യങ്ങളൊക്കെ. കാരണം ഇതിനൊക്കെ ചെറിയ ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതിങ്ങനെ ഇളകി കളിക്കും. ചിലപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്യുന്ന പിന്നെ ഇങ്ങനെ ഒരു സ്പാർക്ക് ചെയ്യുന്ന സൗണ്ട് ഇങ്ങനെ വരാറുണ്ട്. അതിനൊരു പരിധി വരെ ഒഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സംഭവം. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഞാനൊരു ഡി ബി ചെയ്തിട്ടുണ്ട്. ആ ഡി ബി ചെയ്ത വീഡിയോ എന്തായാലും വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് കളർ കോഡിൽ ഒത്തിരി ഗ്രിമ്മിൻ്റെ ഇത് കിട്ടും, നമുക്ക് സോക്കറ്റ് കിട്ടും, ഒത്തിരി കിട്ടും. അപ്പോൾ പല കളറിൽ ഏത് കളറിലാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് സെലക്ട് ചെയ്ത് പിന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പം കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിന് വേണ്ടി റീലൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ കണ്ട് കൗതുകത്തിൽ മേടിച്ചതല്ല, ഓൾറെഡി ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്ത് നമ്മളെ കൂടെ വർക്ക് എടുത്തൊരു ആളുണ്ട്. ഒരു ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ടൂൾ നമുക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ടൂളായിരുന്നു ഇതൊക്കെ. അപ്പോൾ കുറേ ടൂളൊക്കെ നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുക, വർക്കിങ്ങിന് ഒരു ഹരാണ്. എല്ലാ ടൂളും കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എന്താ ഒരു കോൺഫിഡൻ്റ് ആണ്, എക്സ്ട്രാ കോൺഫിഡൻ്റ് ആണ്. അത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ടൂൾ നമ്മളെ കയ്യിൽ കൂടുതലും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സ്വന്തം ആവശ്യത്തിന് മേടിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എന്താ ചെയ്യുക, വർക്കിൽ പരമാവധി അപ്ഡേറ്റുകൾ വരുത്തുമ്പോഴേ എന്ത് ചെയ്യും, ആൾക്കാർ നമ്മളെ വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് അടുത്തൊരു വർക്ക് കിട്ടുള്ളൂ. ഇല്ലാത്തോളം കാലം എന്ത് ചെയ്യും, പൊട്ടങ്കറ്റിലെ തവള പോലെ നമ്മൾ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വളരെ സ്മൂത്താണ് കേട്ടോ മച്ചാന്മാരെ.